അജിതഹരെ എന്നുള്ള പാട്ട് വീണ്ടും വൈറലാവുമ്പോൾ കുട്ടി നിക്കറൊക്കെ ഇട്ടിട്ട് ഭഗവാന്റെ പാട്ട് പാടാമോ? അങ്ങനത്തെ ചോദ്യങ്ങളെ എങ്ങനെ കാണുന്നു ഗൗരി? അങ്ങനെ കേൾക്കുമ്പോൾ എന്താണ്? അത് കുറേ കേട്ടപ്പോൾ കേട്ടിട്ട് നീ ഇപ്പോൾ ശീലമായിരുന്നല്ലേ? ഞാനങ്ങനെ അങ്ങനെ പാട്ടുകൾ ഇപ്പോൾ ഇത് ഭഗവാന്റെ പാട്ട് അങ്ങനെ അങ്ങനെ കാണുന്നുണ്ടോ ഗൗരി? ഞാനൊരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിൻ്റെ ഭംഗിയാണ് കാണുന്നത്. അതിൽ ഭഗവാന്റെ ഭംഗി നോക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വൃത്തിക്ക് പാട്ട് പാടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പാട്ട് എങ്ങനെ ഭംഗിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് നിൽക്കുന്നത്. ഭഗവാന്റെ ഭംഗി അത് വേറൊരു ടോപ്പിക്കാണ്. അപ്പം ഞാനൊരു ഷോയിൽ ചെയ്യുമ്പം 1.5 മണിക്കൂറിലൊരു കോൺസേർട്ടിൽ എനിക്കൊന്ന് 5-മത്തെയോ 6-മത്തെയോ പാട്ടാണ് അജിതഹരെ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള അതേ ഫ്ലോയിൽ ഞാൻ എന്തിട്ടാണോ സ്റ്റേജിൽ കയറിയത് അതിട്ടുകൊണ്ട് ഞാനത് പാടുന്നു. നമ്മൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ഇട്ടിരിക്കുന്നത് എന്നുള്ള ആലോചിക്കുക. നമ്മൾ പാട്ട് പാടുന്നു, ഇതെല്ലാം ജസ്റ്റ് എൻജോയിങ് ദറ്റ് മൊമെൻറ്റ്, റൈറ്റ്? ആളുകൾ നമ്മുടെ കൂടെ പാടുന്നു, നമ്മളും കൂടെ പാടുന്നു, എവ്രിബഡി ഈസ് ഹാവിങ് എ ഗുഡ് ടൈം. അപ്പം അത്രയും നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അപ്പം അതിങ്ങനെ ആ ഒരു സ്നിപ്പറ്റ് മാത്രം എടുത്തിട്ട് അതിരുന്ന് നോക്കിയിട്ട് ഹൗ ഡെയർ എങ്ങനെ പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പൊ തോണി പോലെ, താഴ്വാരം പോലെയുള്ള പാട്ടുകൾ എഴുതുന്നു, കമ്പോസ് ചെയ്യുന്നു, പാടുന്നു. അതിപ്പം നമുക്ക് പറയുമ്പോൾ പറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രയാസകരമായ ഒരു ജോലിയാണ്. കാരണം 3 കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുകയാണ് അല്ലെ? അത് എപ്പോഴെങ്കിലും എഴുതി അതോ അങ്ങനെ തന്നെ സംഗീതം കൊടുക്കുകയാണോ? അത് ഇതുപോലെ എപ്പോഴെങ്കിലും എഴുതി വെച്ചോ, അതിന് എപ്പോഴെങ്കിലും ഒരു സംഗീതം, അങ്ങനെയാണോ ഗൗരിയുടെ? പല രീതിയിൽ നടക്കാറുണ്ട്. ചിലപ്പം ഒരു ടോപ്പിക് ആയിരിക്കും തലയിൽ ആദ്യം വരിക, ചിലപ്പോൾ ട്യൂണായിരിക്കും ആദ്യം വരിക, ചിലപ്പോൾ വേറൊരു പാട്ട് കേട്ടിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരു പാട്ട് ചെയ്യണം, അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന പാട്ടുകളുണ്ടാവും. സോ ഇത് ഏത് വഴിക്ക് വേണമെങ്കിലും വരാം. അങ്ങനെ ഒരു മേശയുടെ മുമ്പിൽ ഇരുന്ന് അങ്ങനെ എഴുതുന്ന ആളല്ല. ഇപ്പം മലയാളത്തിൽ, പ്രത്യേകിച്ച് മലയാളത്തിലാണ് ഗൗരി എഴുതുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത്. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര കാവ്യ ഭംഗി എന്നൊക്കെ പറയുന്ന ലിറിക്സ് ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഗൗരി. അപ്പം ഈ എഴുത്തിൽ ഗൗരി അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കാറേ ഇല്ല? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കാർ ഇങ്ങനെ പറയും, അങ്ങനെ എന്തെങ്കിലും കുറിച്ചും ബോധം? അങ്ങനെ ഞാൻ ബോധമായിരുന്നെങ്കിലും മുറിവുണ്ടാവില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ എഴുതുമ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, മലയാളി കേട്ട് ശീലിക്കുന്ന മലയാളിക്ക് എപ്പോഴും ഒരു പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു കാവ്യ ഭംഗി എന്നാണല്ലോ. കാവ്യഭംഗി ഭയങ്കര രസമാണ് കേൾക്കാൻ. കാവ്യഭംഗിയുള്ള പാട്ടിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ആളാണ് ഞാൻ. അപ്പം എല്ലാം നമ്മൾ കാവ്യഭംഗിയിൽ പറയണം. കാവ്യഭംഗിയിൽ കയറ്റാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് കയറ്റാൻ പറ്റില്ല. അത് ഓരോ കംപ്ലീറ്റ്ലി റൈറ്ററിൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണത്. ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടേണ്ട, അതൊക്കെ അവരുടെ ഇഷ്ടം, ലൈക്ക് അവരുടെ ചോയ്സാണത്. കാരണം ഇപ്പൊ പാട്ടിനെ അത്രമാത്രം സ്നേഹിക്കുന്നതിൽ കൂടുതൽ പേരുടെയും ഒരു ലക്ഷ്യം സിനിമാ സംഗീതം തന്നെയാണ്. ഇപ്പൊ ഗൗരി 13 വയസ്സിൽ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നു, സിനിമയിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എങ്കിലും സിനിമ എന്തുകൊണ്ട് ഈ സിനിമ അല്ലെങ്കിൽ സിനിമ പാട്ടുകൾ ഗൗരിയിലേക്ക് കൂടുതൽ എത്തുന്നില്ല എന്ന് ഗൗരി ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അല്ല, എന്താ എത്താത്ത എനിക്കറിയാം. നമ്മൾ പ്ലേ ബാക്ക് ചെയ്തതും ഈ പറഞ്ഞ പോലെ 3-4 മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അകത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രാക്കുകൾ ഞാൻ പാടിയിട്ടുള്ളത്. ഒരു പോയിന്റിൽ കൂടുതൽ നെറ്റ്വർക്കിങ്ങിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആളുകളുടെ പുറകെ പോയിട്ട് പാട്ട് വേണം എന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. എനിക്ക് അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഭയങ്കര നല്ലൊരു പാട്ട് ഇറങ്ങിയെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അയാൾക്ക് മെസ്സേജ് അയക്കും, ഇത് നിങ്ങളുടെ പാട്ട് ഭയങ്കര ഇഷ്ടമായി, വല്ല വർക്ക് ഉണ്ടെങ്കിൽ പറയൂന്ന് അത്രയും പറയും ഞാൻ. അത് പറയുന്നതിൽ മറ്റേ നാണക്കേട് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അതിന് വേണ്ടി ഒരു പെർസ്യൂ ചെയ്തിട്ട് ഇങ്ങനെ അത് ഭയങ്കര കഴിവാണ് കേട്ടോ. അത് മോശം എന്നല്ല പറയുന്നത്. അത് ചെയ്ത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബീങ് എ പ്ലേ ബാക്ക് സിംഗർ. അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂവീസിലൊരു ഭാഗമാവണമെങ്കിൽ ആളുകളുമായിട്ട് ഇൻ ടച്ചിലിരിക്കുക, നമ്മളിവിടെ ഉണ്ടെന്നവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക ത്രൂ അവർ വർക്ക്സ് ആസ് വെൽ എസ് നമ്മുടെ നെറ്റ്വർക്കിങ്ങിൽ കൂടെ. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പക്ഷേ എനിക്കെന്തോ അതിന് ആവശ്യം മോട്ടിവേഷൻ എനിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അങ്ങനെ ഒരു ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു എഫേർട്ട് നമ്മുടെ കയ്യിൽ ആവശ്യമല്ലേ ഗൗരി? എനിക്കുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ ഇപ്പോൾ കിട്ടുന്നതിലൊക്കെ ഐ എം വെരി ഹാപ്പി. അത് അങ്ങനെ പോയാൽ മതി.